റേഷൻ കടകളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കാത്തത് മൂലവും കിറ്റ് കമ്മീഷൻ അനുവദിക്കാത്തത് മൂലവും മണ്ണെണ്ണ വാതിൽപ്പടി വിതരണം നടക്കാത്തതുകൊണ്ടും ഉത്സവ ബത്ത അനുവദിക്കാത്തതുകൊണ്ടും കേരളത്തിലെ 1,62,060ഓളം റേഷൻ വ്യാപാരികൾ പ്രതിസന്ധി നേരിടുകയാണ്. റേഷൻ വ്യാപാരികളുടെ ഈ ആവശ്യങ്ങൾ ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സപ്ലൈകോ ഓഫീസിന് മുൻപിൽ നടത്തിവരുന്ന ധർണാ സമരങ്ങളുടെ ഭാഗമായാണ് സംയുക്ത കോർഡിനേഷൻ പീരുമേട് താലൂക്കിന്റെ നേതൃത്വത്തിൽ കുട്ടിക്കാനത്തെ പീരുമേട് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. കുട്ടിക്കാനം ടൗണിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചോടുകൂടിയായിരുന്നു ധർണാ സമരം ആരംഭിച്ചത്. സംയുക്ത സമരസമിതി സിന്ദാബാദ്. വേതന പാക്കേജ് നടപ്പാക്കുക. വേതന പാക്കേജ് നടപ്പാക്കുക. KTPDS പരിഷ്കരിക്കുക. വേതന പാക്കേജ് നടപ്പാക്കുക. KTPDS പരിഷ്കരിക്കുക. പ്രതിഷേധ മാർച്ചിന് ശേഷം സപ്ലൈകോ ഓഫീസിന് മുൻപിൽ ആരംഭിച്ച ധർണാ സമരത്തിൽ കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് S സദാശിവൻ അധ്യക്ഷനായിരുന്നു. താലൂക്ക് ട്രഷറർ V ചന്ദ്രശേഖരൻ സ്വാഗതം ആശംസിച്ച ധർണാ സമരം ഓൾ ഇന്ത്യ റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജോസ് അഴകമ്പ്രായിൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആളുകൾക്കും പീരുമേട് താലൂക്കിൽ ഏകദേശം 5,000 രൂപ മുതൽ 28,000 രൂപ 30,000 രൂപ വരെ വേതനം ലഭ്യമാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതെല്ലാം മാറ്റിയിട്ട് ഒരേ ഒപ്പം കട തുറക്കുമ്പോൾ 8 മണിക്ക് കട തുറന്നാൽ 12-ന് കട അടയ്ക്കുകയും വീണ്ടും 4 മണിക്ക് തുറന്നാൽ 7 മണിക്ക് കട അടയ്ക്കുകയും ചെയ്യുന്ന ഒരുപോലെ തൊഴിൽ ചെയ്യുന്ന ചെയ്യുന്ന ആളുകൾക്ക് വ്യത്യസ്തമായ വേതനം നൽകുന്ന ഈ ശമ്പള വ്യവസ്ഥ പരിഷ്കരിച്ച് തുല്യമായ വേതനം നൽകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കേരള സ്റ്റേറ്റ് റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് PA അബ്ദുൾ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷന് കീഴിലെ പീരുമേട് താലൂക്കിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും ധർണാ സമരത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ വനിതാ വിംഗ് പ്രസിഡന്റ് ലിൻസി കുര്യാക്കോസ് നന്ദി അറിയിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.